ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈശ്വനാണ് കൊലപാതകം ചെയ്ത് ജയിലിൽ കടന്നൊക്കെ അറിഞ്ഞാണ്. അങ്ങനെ അതിനെ ശിവൻ ഇപ്പോൾ ഹേറ്റിംഗ് ആയിട്ട് പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഒരു ഗ്ലോബ് കണ്ടിട്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ അവനും അത് ഇവൾക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി പോകുമ്പോൾ ഇവളും വെറുതെ പൈസ വേസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശിവന് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് ഇവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി ശരി എന്നാ എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും, അത് എത്ര പൈസ ആയാലും. എന്നിട്ട് അവന് വാക്ക് കൊടുക്കുമ്പോൾ ഇവൾ ഇവന്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്നും കൊച്ചല്ലോ, അതുകൊണ്ട് നീ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട, കൂടെ നിനക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അത് നീ എന്നോട് പറഞ്ഞേക്ക്, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചു തരാം. എന്നിട്ട് അവനെ അവളും വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഇവളാണ് സർപ്രൈസ് ആയിട്ട് ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അങ്ങനെ ഇവന്റെ ബർത്ത്ഡേ എന്നാന്ന് അറിയാത്തോണ്ട് ഇനി തൊട്ട് ഇന്ന് അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഈ ഡേറ്റ് ഇവന് ഓർമ്മച്ചോളം പറയും. അതുകൊണ്ട് അവൻ ഇമോഷണൽ ആയിട്ട് ഇതാ എന്റെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഇവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം അവളും ഈ തവണ കടയിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ പറ്റാത്തോണ്ട് ഇനി വരുന്ന എല്ലാ വർഷവും ഇവന് വേണ്ടി കേക്ക് വാങ്ങിച്ചു തരാന്ന് പറയും. അതോടെ അവനും കരഞ്ഞോണ്ട് ഹേറ്റാങ് സന്തോഷത്തോടെ ജീവിക്കണം, അവൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണം, അവൾ ആഗ്രഹിച്ചില്ല നടക്കണം എന്ന് പറഞ്ഞ് ഇവ മൂന്നാഗ്രഹം അവൾക്ക് വേണ്ടി ചോദിക്കും. അപ്പോഴാണ് അവളും അതേപോലെ ഈശ്വന് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്ന ഇവിടെ ഈശ്വൻ ഫ്യൂച്ചർ പറഞ്ഞ പോലെ ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുക. അതുകൊണ്ട് അവനിപ്പോ ഹേറ്റാങ്ങിനെ നോക്കി ഇവളാദ്യം വീട്ടിലേക്ക് ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആര് ചോദിച്ചാലും ഇവളിവിടെ വന്നിട്ടില്ലെന്ന് എല്ലാവരോടും പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഈശ്വൻ നീ എന്തോ പറയുന്നത്, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകത്തില്ല എന്നിന് ഇവളും പറയുമ്പോൾ അവന് നീ എങ്കിലും രക്ഷപ്പെടെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കാൻ നോക്കും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണുന്നറിഞ്ഞ് അവളും കരഞ്ഞോണ്ട് അവരല്ലേ നമ്മളെ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞ് ഇവനോട് പറയും. അപ്പോഴാണ് അവനും നമ്മളല്ലേ എന്നെ മാത്രമേ കൊല്ലാൻ വന്നുള്ളൂ പറഞ്ഞിട്ട് ഇവൾ ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ ചെന്ന് കുത്തിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ എനിക്ക് വരെ നീ സന്തോഷത്തോടെ പുറത്തൊക്കെ പോയി ജീവിക്കുന്ന പറഞ്ഞ് ഇവൻ അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ ഇവരെ കൊല്ലാമെന്ന് ആരെയോ കൊന്നിട്ടാണ് അവനിപ്പോ പോലീസിന്റെ അടുത്ത് സറണ്ടർ ആവുന്നത്. അതോടെ അവർ ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ഹേറ്റ് അങ്ങാണ് ഓടിയെത്തിയിട്ട് ഇവനൊരു തെറ്റും ചെയ്തില്ല, അവ രണ്ടുപേര് ഇവരെ കൊല്ലാൻ വേണ്ടി നോക്കിയെന്നറിയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി നീ എന്തിനാ ഹേറ്റങ് ഇവിടെ കൊന്നെന്നറിഞ്ഞ് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പോൾ പോലീസ് അപ്പൊ ഇവളും കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളും കൂടെ പിടിച്ചു നിർത്തും. അതോടെ ഇവനാണെ കരഞ്ഞോണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മാത്രമേ കൊലപാതകം ചെയ്തോളൂ എന്നറിഞ്ഞ് അവളെ വെറുതെ വിടാൻ വേണ്ടി പറയും. പക്ഷെ പോലീസാണ് ഇതൊന്നും കേൾക്കാതെ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം പോലീസ് ഹേറ്റാങ്ങിനെ വെറുതെ ഇട്ടുകൊണ്ട് ഇവൾ ഈശ്വനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവിടുത്തെ ഓഫീസറാണ് അവൻ ഇവളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൾ ഷോക്കായിട്ട് ഓഫീസർ ഞാൻ ഹേറ്റാങ്, അവൻ അങ്ങനെ പറയത്തില്ല എന്നിന് ഇവളും പറഞ്ഞു നോക്കുമ്പോൾ ഓഫീസർ ഇത് അവൻ പറഞ്ഞ, അതുകൊണ്ട് ഇവളെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ ഓരോ ദിവസവും ഇവൾ അവനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് അവനും ഇവൾക്ക് ഒരു ലെറ്റർ അയച്ചേക്കും. അങ്ങനെ അത് അവൾ വായിച്ചു നോക്കുമ്പോഴാണ് ഇനി തൊട്ട് ഇവനെ അന്വേഷിച്ച് ഇവളുടെ ജീവിതം ഒന്ന് കളയേണ്ടെന്ന് പറയും. അതുകൊണ്ട് അവന്റെ സന്തോഷം ആഗ്രഹിക്കുകയാണ് ഇവർ മുമ്പേ പ്രോമിസ് ചെയ്തപോലെ ഇവൾ നല്ലോണം പഠിച്ച് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറയും. അങ്ങനെ അതാ അവന്റെ സന്തോഷം എന്ന് പറഞ്ഞ് അവൻ ആ ലെറ്ററിനകത്ത് എഴുതിയേക്കും. അതുകൊണ്ട് ഇവൻ ചെയ്ത കുറ്റം കാരണം വെറുതെ ഇവളും കഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം ഈശും പറഞ്ഞു കേട്ട് ഇവൾ വീണ്ടും ഒന്നും കൂടെ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഓരോ ദിവസം അവന്റെ ഓർമ്മയിൽ തന്നെ ഇവളും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു 2 വർഷം കഴിഞ്ഞ് ഇവർ ആഗ്രഹിച്ച പോലെ തന്നെ ഇവൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് ആ സന്തോഷത്തെ അവളും നേരെ ഈശുനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് ഇവളെ നോക്കുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനാണ് മൊത്തത്തിൽ ഇടിച്ചു പണിഞ്ഞ് വേറെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് ഓടി ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അവിടെ പോയി ചോദിക്കുമ്പോൾ അയാൾ എനിക്കൊന്നും അറിയത്തില്ല, നീ അതൊക്കെ പോലീസിനോട് ചെന്ന് ചോദിച്ചു നോക്കുന്ന പറഞ്ഞ് ഇവളെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവളും വേറൊരു ഓഫീസിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹവും ഇവൾക്ക് ക്രിമിനലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇവൾക്ക് അവരായിട്ട് വല്ല ബന്ധമുള്ള പോലെ ID കാർഡ് കാണിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവളുടെ അങ്ങനെ ഒന്നില്ലാത്തതുകൊണ്ട് ഈശ്വൻ ഇപ്പൊ എവിടെ പോയെന്ന് ഇവൾക്കൊരു പിടിയും കിട്ടത്തില്ല. അതിനുശേഷം അവള് വിഷമിച്ച ഒരു സ്ഥലത്തിരുന്ന് നീ ആഗ്രഹിച്ചല്ലേ എനിക്ക് അഡ്മിഷൻ കിട്ടി യേശു എന്ന് പറഞ്ഞ് അവനോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇവളും കൊതിച്ചിരിക്കും. അതിനുശേഷം ഹേറ്റങ്ങും കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു 2 വർഷം കഴിഞ്ഞ് ഇവള് വീണ്ടും ഈശ്വൻ അടുത്തുള്ള പോലെ തോന്നാൻ വേണ്ടി അവനെ വളർത്തിയ അനാഥാശ്രമത്തിൽ ചെന്ന് ഇവൾ ജോലി ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവിടുത്തെ ലേഡിയും ഇവൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് 6 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ ആഴ്ചയും അവൾ ഇവിടെ വന്നോളെന്ന് പറയും. എന്നിട്ട് 1995 പെട്ടെന്ന് ഈശ്വന്റെ കൂട്ടുകാരൻ റാറ്റും ഇവളെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വരും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി ഇവൻ എപ്പോഴും ഇവിടെ വന്നെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴാ ജയിലിൽ നിന്ന് റിലീസായ ഇപ്പൊ ഇവളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറയും. അപ്പോഴാണ് അവള് സന്തോഷത്തി ഈശ്വൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവന് സങ്കടപ്പെട്ടോണ്ട് ഈശ്വൻ ജയിലിൽ തന്നെ മരിച്ചുപോയെന്ന് ഇവളോട് പറയും. അപ്പോഴാണ് അവൾ വിശ്വസിക്കാതെ അവൻ എങ്ങനെ മരിക്കും, എനിക്ക് അവൻ ഇപ്പൊ തന്നെ കാണണം, എനിക്ക് കണ്ടാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മരയ്ക്ക് എന്നെ അവന്റെ അടുത്തേക്ക് വിളിച്ചോണ്ടോ എന്നിന് ഇവനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവൻ അഡ്രസ്സ് എന്റെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എന്നെ വിശ്വാസമില്ല, നീ തന്നെ മനസ്സ് ധൈര്യപ്പെടുത്തിയതിനു ശേഷം അവിടെ ചെന്ന് അവനെ കാണാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം അവൻ തന്ന അഡ്രസ്സിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഈശ്വന്റെ പേര് ഒരു കല്ലറ കാണും. അങ്ങനെ അത് കണ്ട് അവൾ തകർന്നുപോയി. നീ എന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞാലും നീ ഇല്ലാതെ എങ്ങനെയാ ഈശ്വൻ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും.
ആയിരിക്കും. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ തന്നെ ഇവള് മരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവന്റെ ആഗ്രഹം ഇവള് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അവസാന നിമിഷം ഇവളുടെ തീരുമാനം മാറ്റി അവന് വേണ്ടി ഇവളും ജീവിക്കാൻ തീരുമാനിക്കും. ഇതേ സമയം ഇവിടെ അവൻ മരിച്ചെന്ന് ഹെയ്റ്റാങ് വിശ്വസിച്ചാലും സത്യത്തിൽ ഇവിടെ 2005 ഈശൻ ഇപ്പോഴും ജയിലിലുള്ള, അതായത് അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ 2005 ഇവനും ജയിലിൽ നിന്ന് റിലീസായി പോകുമ്പോഴാണ് ഇവന്റെ അടുത്ത് ഹെയ്റ്റാങ് അയച്ച കുറെ ലെറ്റർ കാണും. അങ്ങനെ അതൊക്കെ അവൻ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇനി അവള് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നറിഞ്ഞ് ഇവൻ അതെല്ലാം കത്തിച്ചളയും. പക്ഷെ അവസാന നിമിഷം മനസ്സില്ലാതെ ഇവൻ അതിൽ നിന്ന് ഒരു ലെറ്റർ മാത്രം എടുത്തിട്ട് ഇവനത് വായിച്ചു നോക്കും. അപ്പോഴാണ് അതിനകത്ത് അവളും എല്ലാ വർഷവും ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ എഴുതിയേക്കും. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അവനും കരഞ്ഞോണ്ട് അവസാനത്തെ ഭാഗം മാത്രം ആ കുക്കീസിന്റെ ബോക്സ് വെച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ഒരു പുതിയ പേരോടെ ഇവിടെ ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അതിനുശേഷം ID കാർഡൊക്കെ എടുത്തിട്ട് അവന് നേരെ അവന്റെ കൂട്ടുകാരൻ റാറ്റിനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവൻ ഇവനെ കണ്ട സന്തോഷത്തിൽ അവന്റെ അടുത്ത് സംസാരിക്കും. അപ്പോഴാണ് ഈശ്വനും നിന്റെ ഗേൾഫ്രണ്ട് നീയും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് റാറ്റും ഇവൻ ഇന്നെ അടുത്ത് എന്തോ പ്ലാനും ചോദിക്കും. അപ്പോഴാണ് ഈശ്വനും എനിക്കെന്താ പ്ലാൻ, നീ അവളും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം, കൂടെ നമ്മളെ പോലെ നിന്റെ പിള്ളേരെ വളർത്താതെ അവരെ കോളേജിലൊക്കെ പറഞ്ഞേക്ക്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ കുറെ സംസാരിച്ചതിന് ശേഷം ചായയും ഒരു പുതിയ ബോട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് അവൻ സന്തോഷത്തോടെ ഇപ്പൊ ജീവിക്കാന്ന് പറയും. കൂടാതെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചായ ഇവന് വേണ്ടി കുറച്ച് പൈസ തന്നേക്കുക. അങ്ങനെ ആ കാര്യം കൂട്ടുകാരൻ പറയുമ്പോഴാണ് ഈശ്വനും അവന് പൈസയൊന്നും വേണ്ട, ഇവൻ ജയിലിൽ വെച്ച് ഫ്രണ്ടിനോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് അത് സാധിക്കാൻ വേണ്ടി ഇവൻ ഇവിടെ നിന്ന് പോകുവാന്ന് റാറ്റിനോട് പറയും. അപ്പോഴാണ് റാറ്റും ഇവന്റെ ഹെയ്റ്റാങ്ങിന്റെ നമ്പർ എടുത്തിട്ട് ഒരു ശിവന്റെ മനസ്സ് മാറുവാണ് അവൾ ഇന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പറയും. കാരണം ഇവൻ മരിച്ചെന്ന് വിശ്വസിച്ച് എല്ലാ വർഷവും അവള് ഇവന്റെ കല്ലറയിൽ ചെന്ന് ഇവനോർത്ത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആ കാര്യം അവനും പറയുമ്പം ഈശ്വനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവൾക്ക് ഈശ്വൻ എപ്പോഴും മരിച്ചു, ഇനി ഞാൻ കാരണം അവൾ വിഷമിക്കണ്ട എന്നിട്ട് അവൻ അവസാനമായിട്ട് റാറ്റിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഈശ്വൻ അവിടെ നേരെ ഇവന്റെ കല്ലറ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ ഫ്ലവേഴ്സും കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഇപ്പൊ വന്നോന്നറിഞ്ഞ് അവിടുത്തെ ലേഡിയോട് ചോദിക്കും. അപ്പോഴാണ് അവരും എല്ലാ വർഷവും ഒരു പെങ്കൊച്ചെന്ന് ഇവിടെ കേക്ക് വെച്ചിട്ട് പോകുന്ന പറയുമ്പം അവൻ അപ്പം തന്നെ അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് അവൾ ഒളിഞ്ഞ് കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവളാണ് അതിന് മുമ്പേ തന്നെ പോയി കാണും. അതിനുശേഷം അവന് വിഷമിച്ചിട്ട് ഇവളോട് വെച്ച കേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇവന് പ്രോമിസ് ചെയ്തുപോലെ കേക്ക് വാങ്ങിച്ചു കൊടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തോണ്ട് അവൾ എല്ലാ വർഷവും ഇവന് വേണ്ടി ഇവിടെ കേക്ക് വെച്ചിട്ട് പോകും. അതുകൊണ്ട് അതാലോചിച്ചിട്ട് അവനും ഇവന് വേണ്ടി വാങ്ങിച്ച കേക്ക് എടുത്തിട്ട് അവനും കരഞ്ഞോണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഈശ്വനും അവളെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ജീവിതം നല്ലോണം ജീവിക്കാൻ വേണ്ടിയാ ഇവ മരിച്ചായിട്ട് അവളെ ബോധ്യപ്പെടുത്തിയ. അതിനെ ശിവനും അവളുടെ ഓർമ്മയോടെ തന്നെ അന്ന് രാത്രി റാറ്റ് എന്ന ഫോൺ നമ്പർ വെച്ച് അവളെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് ഫോൺ എടുക്കുന്ന ഹെയ്റ്റാങ്ങിന്റെ മകനായിരിക്കും. അങ്ങനെ അവന്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഹെയ്റ്റാങ്ങും ഇതാരെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഈശ്വന് ഫോൺ കട്ട് ചെയ്തിട്ട് അവള് കല്യാണം കഴിച്ച് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞ് അവൻ ശല്യപ്പെടുത്താതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഈശ്വനും ജയിലിൽ വെച്ച് അവന്റെ കൂട്ടുകാരന് വാക്ക് കൊടുത്ത പോലെ അവന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവിടെ ഒരു അമ്മുമ്മയും ഒരു കൊച്ചുകുട്ടിയും കാണത്തുള്ളു. അപ്പോഴാണ് ഇവനും ഇവരുടെ മകന്റെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ അതേസമയം അവിടുത്തെ കൊച്ചുകുട്ടിയും ഇവനെ കണ്ടിട്ട് അച്ഛാന്ന് വിളിക്കും. അങ്ങനെ ഇവളെയാണ് നമ്മൾ 2026 കണ്ട്. അതേ സത്യത്തിൽ ഇവളുടെ അച്ഛൻ ജയിലിൽ തന്നെ കടന്ന് മരിച്ചുപോയി. എന്നിട്ട് ഈശ്വനും അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ആ പൊടി കൊച്ചു ഇവനെ കണ്ടിട്ട് അച്ഛൻ തന്നെ വിളിച്ചോണ്ടിരിക്കും. കാരണം ഇവൾ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. അങ്ങനെ അമ്മുമ്മ പറഞ്ഞ പോലെ അച്ഛൻ എപ്പോഴും പുറത്തോട്ടാണോ ഓട്ടം എന്നറിഞ്ഞ് ഇവളും ചോദിക്കുമ്പം അവന് സൈലന്റ് ആയിട്ട് എന്തോ പറയണമെന്ന് അറിയാതെ നിശബ്ദമായിട്ടിരിക്കും. അപ്പോഴാണ് അവളും പിന്നെ അച്ഛ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അമ്മുമ്മ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ഇനി അച്ഛൻ ജോലിക്ക് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോവോ, കാരണം നിങ്ങൾ വരാൻ കുറെ ലേറ്റ് ആവുന്നു എന്നിന് അവൾ സ്നേഹത്തിൽ ചോദിക്കുമ്പം അമ്മുമ്മയാണ് ഇവളെ മിണ്ടാതെ കഴിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ പൊടി കൊച്ചും അച്ഛന്റെ ഫുഡ് കിടിലാന്ന് അറിഞ്ഞിട്ട് നാളെ ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഇതെല്ലാം കേട്ട് ഈശ്വനെ വിഷമിച്ച് ഇവളോട് എന്തോ പറയുന്നറിയാതെ അമ്മൂമ്മയെ തന്നെ നോക്കുമ്പം അവരൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവന് അവസാനം മോളെ ഇനി തൊട്ട് എല്ലാ ദിവസവും അച്ഛൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരും എന്നിന് അവന് സ്വന്തം മോളായിട്ട് വിചാരിച്ച് ഇവൾക്ക് ഫുഡ് വാരി കൊടുക്കുമ്പം ഇത് കണ്ടിട്ട് അമ്മമ്മയ്ക്കും കരച്ചിൽ തരും. അങ്ങനെ അതിനുശേഷം ഇവൻ അവന്റെ കൂടെ തന്നെ ജീവിക്കുമ്പോൾ തന്നെ അമ്മൂമ്മയെ വയ്യാതെ ആശുപത്രിയിലേക്കാവും. അപ്പോഴാണ് അവരും എനിക്ക് വേണ്ടി ഒരു പൈസ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുമ്പം അവന് പൈസയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, അമ്മൂമ്മ ഇപ്പൊ ഗുണമായി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അമ്മൂമ്മ ഇവനോർത്ത് വിഷമിച്ചിട്ട് മോനെ നീ എന്റെ മകന് ജയിലിൽ വെച്ച് വാക്കുകൊടുത്തോണ്ട് നീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് നീ ചെയ്ത് സഹായിക്കാൻ മതി, മോനൊരു ജീവിതമില്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം വേസ്റ്റ് ചെയ്യണ്ട, മോൻ ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് അവര് പറയുമ്പോഴാണ് അവനും അമ്മ ഞാൻ എവിടെ പോവാനാ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫാമിലി ഇല്ല, വീടില്ല, കൂടാതെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ തൊട്ട് അവളെ എന്റെ സ്വന്തം മോളായിട്ട് നോക്കിക്കോളാം, പിന്നെ നിങ്ങളായിരിക്കും എന്റെ അമ്മ എന്നിന് അവനും പറയുമ്പം അവരങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവന് ഡോക്ടറെ ചെന്ന് കാണുമ്പോഴാണ് ഡോക്ടറും പൈസ വിഷയമല്ലെങ്കിലും അവരുടെ അവസ്ഥ ഇപ്പൊ ക്രിട്ടിക്കലാന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാത്തിനും തയ്യാറായിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ
അങ്ങ് പോകും. അതിനുശേഷം അവർ അടക്കിയതിനു ശേഷം ഈശൻ അവന്റെ മോളെ വിളിച്ചോണ്ട് അവനവിടെ സ്ഥലം മാറിപ്പോകും. അപ്പോഴാണ് അവളും നമ്മൾ എവിടേക്കാ അച്ഛാ പോകുന്നതെന്ന് അറിഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ ഇന്നൊട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഓരോ ദിവസവും അവളെ കിൻഡർ ഗാർഡനിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവിടുത്തെ ഷിപ്പിൽ തന്നെ ഇവൻ ജോലി ചെയ്യുമ്പം അവിടെ എല്ലാവരും കൂടുതൽ പൈസക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇവൻ കിട്ടുന്ന എല്ലാ ജോലിയും കൂടെ ഏറ്റെടുത്ത് കുറെ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇവൻ അവന്റെ കൊച്ചായിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും കുറച്ച് വളർന്ന് വലുതാകുമ്പോഴാണ് ഇവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമെന്ന് അതുകൊണ്ട് മോൾക്ക് റെസ്റ്റ് റൂമിൽ പോണ ടീച്ചറിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവനും കുറെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും അച്ഛാ എങ്കിൽ പിന്നെ നിങ്ങൾ കൊച്ചിലെ ടീച്ചർ പറയുന്നത് കേൾക്കാറുണ്ടോ? ഈ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ ശരിയാണോ അച്ഛാ എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ അവനും ചിരിച്ചിട്ട് ആ ടീച്ചർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. മോൾ എന്നെ പോലെ തന്നെ ഗംഭീരമായിട്ടിരിക്കണം. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് മോൾ എവിടേക്ക് ഓടിപ്പോയില്ലേ അച്ഛൻ വിളിക്കാൻ വേണ്ടിയില്ല, അതുകൊണ്ട് ഗേറ്റിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവനും പറയുമ്പം ഇവളച്ഛൻ കുറെ ദിവസമായിട്ട് ആ ഷിപ്പിൽ തന്നെ വർക്ക് ചെയ്യല്ലേ, നമുക്ക് എപ്പോഴും ഒരു ഷിപ്പ് കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട് മോളെ നീയാൻ ഷിപ്പ് പണിയുന്ന അത്ര ഈസി ഒന്നുമില്ല, പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരാം, ഞാൻ സ്വന്തമായിട്ട് ഷിപ്പ് പണിഞ്ഞതിന് ശേഷം ആദ്യം നിന്നെ തന്നെ വിളിച്ചോണ്ടു ഇപ്പൊ നമുക്ക് സ്കൂളിൽ പോകാം. എന്നിട്ട് അവളെയും വിളിച്ചോണ്ട് സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവന് പണി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഇവൻ എക്സ്ട്രാ പണി ചെയ്യാൻ താല്പര്യമുണ്ട്, നാളെ രാവിലെ വന്നാന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞേക്കും. അപ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ചാണ് ഇവനെ കണ്ട് സന്തോഷത്തോടെ വരും. അങ്ങനെ അവൾക്ക് ഇവനോട് സ്നേഹമുണ്ട്, പക്ഷെ അവനാണ് കുറച്ച് ദിവസം പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവന്റെ മകളെ നോക്കിക്കോളാൻ വേണ്ടിയാ ഇവളെ വിളിച്ചെടുത്തിയ, അതുകൊണ്ട് ആ ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ട് കട്ട ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളെ നോക്കിക്കോളാം എന്നറിയും. അതിന് ശിവന് പൈസ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അവളും പൈസ ഒന്നും വേണ്ട, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. ഇതേ സമയം ഹേറ്റാൻ കല്യാണം കഴിച്ച് ജീവിച്ചാലും ഇവൾ എല്ലാ വർഷവും ഫ്ലവേഴ്സും കേക്കും ആയിട്ട് ഈശ്വനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവള് സന്തോഷത്തി നീ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് ജീവിക്കാന്ന് പറഞ്ഞ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവളെ കാണാൻ വേണ്ടി തന്നെ ഈശ്വൻ ഇന്ന് അവിടേക്ക് വന്നേക്കും. അങ്ങനെ ഇവള് സംസാരിക്കുന്നതൊക്കെ അവൻ ദൂരെ നിന്ന് മറിഞ്ഞ് കേട്ടോണ്ടിരിക്കും. എന്നിട്ട് അവള് ഇനിയൊരു ജന്മമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഇവൾ അവൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം അവനും ഇതൊക്കെ കരഞ്ഞോണ്ടേ കണ്ടോണ്ട് ഇവള് പോകുന്നതിന് നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.